എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈക്വലൻസി 1-ാം വർഷം ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 1-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഹെലൻ കെല്ലറിൻ്റെ ആത്മകഥയായ ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അത് 2 ഭാഗങ്ങളിലായി കുറച്ച് ഭാഗം നമ്മൾ കവർ ചെയ്തു. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെലൻ കെല്ലറിൻ്റെ ജനനത്തെക്കുറിച്ചും അവരുടെ കുട്ടിക്കാലത്തെ വീട്ടിനെക്കുറിച്ചും ആ വീട്ടിലുള്ള ഗാർഡനെക്കുറിച്ചുമൊക്കെ കാണുകയായിരുന്നു. ഇനി അങ്ങോട്ടുള്ളത് എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദ ബിഗിനിങ് ഓഫ് മൈ ലൈഫ് വാസ് സിമ്പിൾ ആൻഡ് മച്ച് ലൈക്ക് എവറി അതർ ലിറ്റിൽ ലൈഫ്. ഇനിയും അവർ പറയുന്നത് അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ്. ദ ബിഗിനിങ് ഓഫ് ഹെർ ലൈഫ് വാസ് സിമ്പിൾ ആൻഡ് മച്ച് ലൈക്ക് എവറി അതർ ലിറ്റിൽ ലൈഫ്. മറ്റേതൊരു കുട്ടിയുടെ ജീവിതത്തെയും പോലെ ഉള്ള തുടക്കമായിരുന്നു തൻ്റെ ജീവിതവും. ഐ കെയിം, ഐ സോ, ഐ കോൺകേർഡ് as the first baby in the family always does. I came, I saw, I conquered. ഷേക്സ്പിയറിൻ്റെ ഡ്രാമയായിട്ടുള്ള ജൂലിയസ് സീസർ അല്ലേ, അല്ലെ നായകൻ പറയുന്നതാണ്, ഞാൻ വന്നു, കണ്ടു, കീഴടക്കി. ആസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി ഓൾവേസ് ഡസ്. നമുക്കറിയാം, ദ ഫസ്റ്റ് ബോൺ വിൽ അട്രാക്ട് എവരിബഡീസ് അറ്റൻഷൻ. ഒരു ഫാമിലിയിൽ ജനിക്കുന്ന ആദ്യത്തെ കുട്ടിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. There was the usual amount of discussion as to name for me. ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ചടങ്ങതാണല്ലോ അല്ലേ. There happened a serious discussion to name me. എനിക്ക് പേരിടാൻ വേണ്ടി വലിയൊരു ചർച്ച നടക്കുകയാണ്. The first baby in the family was not to be lightly named. ആദ്യത്തെ കുട്ടിക്ക് അങ്ങനെ അലക്ഷ്യമായിട്ട് വളരെ നിസ്സാരമായിട്ടുള്ളൊരു പേരൊന്നും ഇട്ടാൽ പോരാ, അത് നിർബന്ധമായിരുന്നു അല്ലേ. എവരി വൺ വാസ് എംഫാറ്റിക് അബൌട്ട് ദാറ്റ്. എംഫാറ്റിക് മീൻസ് ഇൻസിസ്റ്റൻറ്റ്, സ്ട്രെസ്ഡ്. എല്ലാവർക്കും ആ ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു. ആദ്യത്തെ കുട്ടിയാണ്, അങ്ങനെ കണ്ട ആ പൂപ്പ പേരൊന്നിട്ടാൽ പോരാ. മൈ ഫാദർ സജസ്റ്റഡ് ദ നെയിം ഓഫ് മിൽഡ്രഡ് ക്യാമ്പൽ, ആൻ ആൻസെസ്റ്റർ ഹൂം ഹി ഹൈലി എസ്റ്റീംഡ്. ഹെലൻ കെല്ലറിൻ്റെ ഫാദർ പേര് പറഞ്ഞു, നിർദ്ദേശിച്ചു, മിൽഡ്രഡ് ക്യാമ്പൽ എന്നുള്ള പേര്. ആ മിൽഡ്രഡ് ക്യാമ്പൽ ആരായിരുന്നു? ആൻ ആൻസെസ്റ്റർ, ഒരു പൂർവികനാണ്, പൂർവികയായിട്ടുള്ള, അതായത് അദ്ദേഹം ഏറ്റവും കൂടുതൽ ആദരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആൻഡ് ഹി ഡിക്ലൈൻഡ് ടു ടേക്ക് എനി ഫർദർ പാർട്ട് ഇൻ ദ ഡിസ്കഷൻ. അങ്ങനെ അദ്ദേഹം ഒരൊറ്റ പേര്, ആ പേര് ആരും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ടൊരു ചർച്ചയ്ക്കില്ല എന്ന് അച്ഛൻ തീർത്തും പറഞ്ഞു അല്ലേ. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ ഗിവ് അപ്പ് എന്നാണ്, നിരസിക്കുക. ഹി ഡിക്ലൈൻ ടു ടേക്ക് എനി ഫർദർ പാർട്ട്. ഹി വാസ് നോട്ട് റെഡി ടു ടേക്ക് പാർട്ട് ഇൻ ദാറ്റ് ഡിസ്കഷൻ എനി ലോങ്ങർ. മൈ മദർ സോൾവ് ദ പ്രോബ്ലം ബൈ ഗിവിങ് ഇറ്റ് ആസ് ഹെർ വിഷ് ദാറ്റ് ഐ ഷുഡ് ബി കോൾഡ് ആഫ്റ്റർ ഹെർ മദർ. അമ്മ ആ പ്രശ്നം പരിഹരിച്ചത് എങ്ങനെയാണ്? തനിക്ക്, അതായത് ഹെലൻ കെല്ലറിന് അമ്മയുടെ പേര് അല്ലേ, ഐ ഷുഡ് ബി കോൾഡ് ആഫ്റ്റർ ഹെർ മദർ, ഗ്രാൻഡ് മദറിൻ്റെ പേര് നിർദ്ദേശിച്ചുകൊണ്ടാണ് അമ്മ പ്രശ്നം പരിഹരിച്ചത്. ഹൂസ് മെയ്ഡൻ നെയിം വാസ് ഹെലൻ എവററ്റ്. അപ്പോൾ അവരുടെ മെയ്ഡൻ നെയിം, അതായത് ദ നെയിം ബിഫോർ മാരേജ്, അതാണ് മെയ്ഡൻ നെയിം. ഹെലൻ എവററ്റ് എന്നുള്ള ആ പേര് അവർ നിർദ്ദേശിക്കുകയാണ്. ബട്ട് ഇൻ ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ക്യാരിയിങ് മീ ടു ചർച്ച് മൈ ഫാദർ ലോസ് ദ നെയിം ഓൺ ദ വേ. പക്ഷേ പള്ളിയിലേക്കുള്ള മാർഗമധ്യേ, പള്ളിയിലേക്ക് പോവുകയാണ്, ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അച്ഛനെന്ത് സംഭവിച്ചു? ഫാദർ ലോസ് ദ നെയിം, ആ പേര് മറന്നുപോയി. ഹി ഫോർഗോട്ട് ദ നെയിം ഹെലൻ എവററ്റ് സിൻസ് ഇറ്റ് വാസ് വൺ ഇൻ വിച്ച് ഹി ഹാഡ് ഡിക്ലൈൻ ടു ഹാവ് എ പാർട്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, താനിനി അങ്ങോട്ട് ഈ പേര് നിർദ്ദേശിക്കാനില്ല, ഒരു പേര് നിർദ്ദേശിച്ചു, ഇനി അങ്ങോട്ട് നിർദ്ദേശിക്കാനില്ല എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ ഹി ഡിഡ്ന്റ് ടുക്ക് പാർട്ട് ഇൻ ദ ഫർദർ ഡിസ്കഷൻ റിഗാർഡിംഗ് ദ നെയിമിങ്. അതുകൊണ്ട് തന്നെ ആ പേരിനോട് വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ആ പേര് വല്ലാതെ അറിഞ്ഞിരുന്നില്ല അച്ഛന്. അതുകൊണ്ട് ഇത് വഴിയിൽ വെച്ച് മറന്നുപോയി. വെൻ ദ മിനിസ്റ്റർ ആസ്ക്ഡ് ഹിം ഫോർ ഇറ്റ്, ആ പേര് പറയാൻ വേണ്ടി മിനിസ്റ്റർ പുരോഹിതൻ ചോദിച്ച സമയത്ത് ഹി ജസ്റ്റ് റിമെമ്പേർഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ ഡിസൈഡഡ് ടു കോൾ മീ ആഫ്റ്റർ മൈ ഗ്രാൻഡ് മദർ ആൻഡ് ഹി ഗാവ് ഹെർ നെയിം ആസ് ഹെലൻ ആഡംസ്. ഹി ജസ്റ്റ് റിമെമ്പേർഡ്, അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നത് ഇത് മാത്രമായിരുന്നു, ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ ഡിസൈഡഡ് ടു കോൾ മീ ആഫ്റ്റർ മൈ ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദറിൻ്റെ പേരാണ് എന്നുള്ളൊരു ഓർമ്മ അദ്ദേഹത്തിനുണ്ടായിരുന്നു അല്ലേ. അതാണ് തീരുമാനിച്ചത് എന്ന് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു. ആൻഡ് ഹി ഗേവ് ഹെർ നെയിം ആസ് ഹെലൻ ആഡംസ്. അങ്ങനെ അദ്ദേഹം പേര് പറഞ്ഞു, ഹെലൻ ആഡംസ്. ഹെലൻ എവററ്റിന് പകരം ഹെലൻ ആഡംസ് എന്ന് പറയുകയാണ്. I am told that while I was still in long dresses, I showed many signs of an eager self-asserting this position. I am told that, എന്നോട് പറയുകയുണ്ടായി അല്ലേ,
ഐ ടോൾഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. ഐ ആം ടോൾഡ് എന്നോട് പറഞ്ഞു. ആരോ സംബഡി ഹാസ് ടോൾഡ് മീ ദാറ്റ് വൈൽ ഐ വാസ് സ്റ്റിൽ ഇൻ ലോങ് ഡ്രസ്സസ്, ഞാൻ എപ്പോഴും ഈ വലിയ ഡ്രസ്സിൻ്റെ ഉള്ളിലായിരിക്കുന്ന സമയത്ത്, അതായത് വെൻ ഐ വാസ് എ ലിറ്റിൽ ഗേൾ, ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും അതെനിക്ക് വലുപ്പം കൂടുതലാണ്. അതായത് ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ, വെൻ ഐ വാസ് എ ലിറ്റിൽ ഗേൾ, ഐ ഷോഡ് മെനി സൈൻസ് ഓഫ് ആൻ ഈഗർ സെൽഫ് അസെർട്ടിംഗ് ഡിസ്പൊസിഷൻ. ഐ ഷോഡ് ഞാൻ കാണിച്ചു. എന്ത്? മെനി സൈൻസ് ഓഫ് ആൻ ഈഗർ സെൽഫ് അസെർട്ടിംഗ് ഡിസ്പൊസിഷൻ. ഒരുപാട് അടയാളങ്ങൾ. എന്തിൻ്റെ അടയാളങ്ങളാണ്? ഓഫ് ആൻ ഈഗർ, അത്യുത്സാഹമുള്ള, അല്ലേ? ഇൻത്യൂസിയാസ്റ്റിക് എന്നാണ് ഈഗറിൻ്റെ മീനിങ്. ഉത്സാഹമുള്ള എന്നൊക്കെയാണ്. സെൽഫ് അസേർട്ടിങ്, സ്വന്തമായിട്ട് താല്പര്യമുള്ള. അസേർട്ട് വൺ സെൽഫ് എന്ന് പറഞ്ഞാൽ ടു ഡിഫെൻഡ് വൺസ് റൈറ്റ്സ് ഓർ ഒപ്പീനിയൻസ്. സ്വന്തമായിട്ടുള്ള റൈറ്റ്സിനെ കുറിച്ചും ഒപ്പീനിയൻസിനെ കുറിച്ചും, അല്ലെ, അവകാശങ്ങളെക്കുറിച്ചും അഭിപ്രായങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു ധാരണ ഉണ്ടാവുക, അതിനെ ഡിഫെൻഡ് ചെയ്യുക, അതിനെ പ്രതിരോധിക്കുക. അവനവൻ്റെ താല്പര്യത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു സ്വഭാവക്കാരിയാണെന്ന് പറയപ്പെടുകയുണ്ട്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്വഭാവം എന്നാണ്. കണ്ടക്ട്, ബിഹേവിയർ. അതായത് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ അത്യുത്സാഹമുള്ള, സ്വന്തമായിട്ട് താല്പര്യമുള്ള ഒരു സ്വഭാവക്കാരിയായിരുന്നു. എവറിത്തിങ് ദാറ്റ് ഐ സോ അതർ പീപ്പിൾ ഡു ഐ ഇൻസിസ്റ്റഡ് അപ്പോൺ ഇമിറ്റേറ്റിംഗ്. മറ്റുള്ളവർ ചെയ്യുന്നത് കാണുന്നതെല്ലാം ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. ഐ ഹാവ് ദ ഹാബിറ്റ് ഓഫ് ഇമിറ്റേറ്റിംഗ് അതേഴ്സ്. അറ്റ് 6 months ഐ കുഡ് പൈപ്പ് ഔട്ട് ഹൗ ഡു യു മീൻസ് ഹൗ ഡു യു ഡു. 6 മാസം പ്രായമുള്ള സമയത്ത് ഐ കുഡ്, എനിക്ക് സാധിച്ചു. പൈപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു അട്ടർ എന്നാണ്. ടു അട്ടർ ഇൻ എ ഷ്രില്ലി വോയിസ്. കുട്ടികളുടെ ശബ്ദമാണ്. അതായത് ചെവി തുളയ്ക്കുന്ന രീതിയിലുള്ള സൗണ്ടിൽ, ചീവീടിൻ്റെ ഒച്ചയിൽ ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു. എന്ത്? ഒരു വൃത്തി അല്ലാത്ത രീതിയിൽ, വ്യക്തമല്ലാത്ത രീതിയിൽ ഹൗ ഡു യു ഡു എന്ന് ഈ എഴുതിയതുപോലെ ഹൗ ഡു യു എന്നുള്ള രീതിയിലൊക്കെ ഞാൻ സംസാരിക്കുമായിരുന്നു. ആൻഡ് വൺ ഡേ, ഒരു ദിവസം, ഐ അട്രാക്റ്റഡ് എവരി വൺസ് അറ്റൻഷൻ, എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി, ബൈ സേയിങ് ടി 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 ക്വൈറ്റ് പ്ലെയിൻലി. പ്ലെയിൻലി മീൻസ് ക്ലിയർലി. വൺസ് ഐ കോട്ട് ദ അറ്റൻഷൻ ഓഫ് മെനി പീപ്പിൾ ബൈ പ്രൊനൗൺസിങ് ടി വെരി ക്ലിയർലി. ടി എന്ന് പറഞ്ഞുകൊണ്ട്, വ്യക്തമായി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ പിടിച്ചു പറ്റി ഒരു ദിവസം. ഈവൻ ആഫ്റ്റർ മൈ ഇൽനെസ്, എൻ്റെ അസുഖത്തിന് ശേഷവും, ഐ റിമെമ്പേർഡ് വൺ ഓഫ് ദ വേർഡ്സ് ഐ ഹാഡ് ലേൺഡ് ഇൻ ദീസ് ഏർലി മന്ത്സ്. It was the word water, and I continued to make some sound for that word after all other speech was lost. Even after my illness, I remembered one of the words I had learned in these early months. ഈ കാലത്ത്, അതായത് ഈ ഒരു സംസാരിക്കാൻ തുടങ്ങുന്ന ആ കാലത്ത് സംസാരിച്ചിരുന്ന ഒരു വാക്ക് ഞാനിപ്പോഴും ഓർത്തു വയ്ക്കുന്നു എന്നാണ്. ഐ റിമെമ്പേർഡ് വൺ ഓഫ് ദ വേർഡ്സ് ഐ ഹാഡ് ലേൺഡ് ഇൻ ദീസ് ഏർലി മന്ത്സ്. എന്താണ്? ഇറ്റ് വാസ് ദ വേർഡ് വാട്ടർ, അല്ലേ? വെള്ളം എന്നുള്ള വാക്ക്. And I continued to make some sound for that word after all other speech was lost. എൻ്റെ സംസാരശേഷിയെല്ലാം, മറ്റുള്ള വാക്കുകളെല്ലാം പറയാനുള്ള ശേഷി എനിക്ക് നഷ്ടപ്പെട്ടപ്പോഴും ഞാൻ എന്ത് ചെയ്തു? ഈ വാട്ടർ എന്നുള്ള സൗണ്ടിന് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുന്നത് തുറന്നുകൊണ്ടേയിരുന്നു. I ceased making the sound wah wah only when I learned to spell the word. I ceased means I stopped. ഞാൻ നിർത്തി. എന്ത്? മേക്കിംഗ് ദ സൗണ്ട് വാഹ് വാഹ് എന്നുള്ള വാട്ടറിന് പകരം ഞാൻ പിന്നീട് ഉണ്ടാക്കുന്ന സൗണ്ട് വാഹ് വാഹ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചപ്പോൾ, when I learned to spell the word, I stopped making that sound. They tell me I walked the day I was a year old. പലരും എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ അവർ എന്നോട് പറഞ്ഞു, ഞാൻ നടക്കാൻ തുടങ്ങി when I was a year old, 1-ാം വയസ്സിൽ തന്നെ. My mother had just taken me out of the bathtub and was holding me in her lap when I was suddenly attracted by the flickering shadows of leaves that danced in the sunlight on the smooth floor. എൻ്റെ അമ്മ എന്നെ ബാത്ത് ടബിൽ നിന്ന് പുറത്തേക്കെടുത്തു, അല്ലേ? ബാത്ത് ടബിൽ നിന്ന് എന്നെ പുറത്തേക്കെടുത്ത സമയത്ത്, എന്നിട്ടോ, ആൻഡ് വാസ് ഹോൾഡിങ് മീ ഇൻ ഹെർ ലാപ്പ്, അവരുടെ മടിയിൽ എന്നെ പിടിച്ചിരുത്തിയിരിക്കുകയായിരുന്നു. When I was suddenly attracted by the flickering shadows of leaves. പെട്ടെന്ന് I was suddenly attracted by, എന്നെ ആകർഷിച്ചു. എന്താണ് ആകർഷിച്ചത്? ഞാൻ ആകർഷിക്കപ്പെട്ടു. എന്തിനാൽ? By the flickering shadows. Flickering means to move to and fro. Vibrating shadows. ചില നിഴലുകൾ ഇങ്ങനെ ചലിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. എന്തിൻ്റെ നിഴലുകളാണ്? ഷാഡോസ് ഓഫ് ലീവ്സ്, ഇലകളുടെ. എവിടെയാണ് നിഴലുകൾ കണ്ടത്? That danced in the sunlight
ആ സൂര്യപ്രകാശത്തിൽ ആ നിഴലുകൾ ഇങ്ങനെ ചാഞ്ചാടുകയായിരുന്നു ഓൺ ദ സ്മൂത്ത് ഫ്ലോർ. ആ മിനുസമുള്ള നിലത്ത് ഈ ഇലകളിങ്ങനെ ഇലകളുടെ നിഴൽ ചാഞ്ചാടുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഐ വാസ് അട്രാക്റ്റഡ് ബൈ ദ ഷാഡോസ്. അപ്പോൾ ഐ സ്ലിപ്ഡ് ഫ്രം മൈ മദേഴ്സ് ലാപ്പ്, ഞാൻ അമ്മയുടെ മടിയിൽ നിന്ന് ഊർന്നിറങ്ങുകയും ആൻഡ് ഓൾമോസ്റ്റ് റാൻ ടുവേർഡ്സ് ദം, ആ നിഴലിലേക്ക് ഓടി ചെല്ലുകയും ചെയ്തു. ദ ഇമ്പൾസ് ഗോൺ, പെട്ടെന്ന് ആ ഒരു പ്രേരണ അല്ലേ, നിഴൽ കണ്ടിട്ട് പെട്ടെന്നൊരു ഇമ്പൾസിൻ്റെ മുകളിൽ അങ്ങോട്ട് പോയതാണ്. ആ ഇമ്പൾസ് പോയപ്പോൾ ഐ ഫെൽ ഡൗൺ, ഞാൻ നിലത്ത് വീണു. ആൻഡ് ക്രൈഡ് ഫോർ ഹർ ടു ടേക്ക് മീ അപ്പ് ഇൻ ഹർ ആംസ്, അമ്മയെ എന്നെ ഒന്ന് എടുക്കൂ എന്നുള്ള രീതിയിൽ ഞാൻ നിലവിളിച്ചു. These happy days did not last long. ഈ ഒരു സന്തോഷകരമായ ദിവസങ്ങൾ അധികം നീണ്ടു നിന്നില്ല അല്ലേ. ഇറ്റ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. ലാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുക ലാസ്റ്റ് ചെയ്യുമെന്നാണ്, അതായത് നീണ്ടു നിൽക്കുമെന്ന്. അപ്പോൾ ഈ ഒരു ഹാപ്പി ഡേയ്സ് അധികകാലം നീണ്ടു നിന്നില്ല. വൺ ബ്രീഫ് സ്പ്രിംഗ്, musical with the song of robin and mockingbird, one summer rich in fruit and roses, one autumn of gold and crimson sped by and left their gifts at the feet of a eager, delighted child. ഇനി അവർക്ക് ഓർമ്മയുള്ള, അവർക്ക് അസുഖ ബാധിതയാകുന്നതിന് മുമ്പ് അവരുടെ ജീവിതം, ചെറിയ കാലഘട്ടം എങ്ങനെയാണ് മുന്നോട്ട് പോയത്, എന്തൊക്കെയായിരുന്നു അവരുടെ ജീവിതത്തിൽ. വൺ ബ്രീഫ് സ്പ്രിംഗ്, ഒരു ചെറിയ സ്പ്രിംഗ് സീസൺ, വസന്തകാലം. ആ വസന്തകാലത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത് മ്യൂസിക്കൽ വിത്ത് ദ സോങ് ഓഫ് റോബിൻ അല്ലേ. എല്ലാ പക്ഷികളും വളരെ സന്തോഷകരമായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ റോബിൻ പക്ഷിയുടെ, വണ്ണാത്തിക്കിളിയുടെ പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. ആൻഡ് മോക്കിംഗ് ബേർഡ്, മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റിംഗ് എന്നാണ്. അപ്പോൾ മറ്റു പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പക്ഷികളുടെ സൗണ്ടും അതും കേൾക്കാനുണ്ട്. അങ്ങനെയുള്ള സ്പ്രിംഗ് സീസൺ കടന്നുപോയി. വൺ സമ്മർ, ഒരു വേനൽക്കാലവും. വേനൽക്കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? റിച്ച് ഇൻ ഫ്രൂട്ട് ആൻഡ് റോസസ്, റോസപുഷ്പങ്ങൾ ധാരാളം ഉണ്ടാകുന്ന, ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ഒരു വേനൽക്കാലം. അതുപോലെ തന്നെ വൺ ഓട്ടം, ശരത്കാലം ഓഫ് ഗോൾഡ് ആൻഡ് ക്രിംസൺ, ഗോൾഡൻ കളറിലുള്ള ലീവ്സ്, അതുപോലെ ക്രിംസൺ കളറിലുള്ള, അതായത് റെഡ് അല്ലേ, ചുവന്ന ഇലകളൊക്കെ കൊഴിക്കുന്ന കാലമാണ്. ആ കാലങ്ങളെല്ലാം സ്പെഡ് ബൈ, അതെല്ലാം വേഗം കടന്നുപോയി. സ്പെഡ് ബൈ മീൻസ് പാസ്ഡ് ബൈ, കടന്നുപോയി. ആൻഡ് ലെഫ്റ്റ് ദെയർ ഗിഫ്റ്റ്സ് അറ്റ് ദ ഫീറ്റ് ഓഫ് ആൻ ഈഗർ ഡിലൈറ്റഡ് ചൈൽഡ്. ഈ കാലങ്ങളെല്ലാം അല്ലേ, അതാണ് ദെയർ ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ കാലങ്ങളുടെ ഗിഫ്റ്റ്സ്, അവരുടെ സമ്മാനങ്ങൾ. ആ സമ്മാനങ്ങളെല്ലാം എവിടെയാണ് അവ വെച്ചിട്ട് പോകുന്നത്? അറ്റ് ദ ഫീറ്റ് ഓഫ് ആൻ ഈഗർലി ഡിലൈറ്റഡ് ചൈൽഡ്. വളരെയധികം ഈഗറായിട്ടുള്ള, ഉത്സാഹമുള്ള, ഡിലൈറ്റഡ്, ഹാപ്പി ആയിട്ടുള്ള കുട്ടി, ആ കുട്ടിയുടെ കാൽ കീഴിൽ ഈ കാലങ്ങളെല്ലാം അവരുടെ സമ്മാനങ്ങൾ വെച്ചുപോയി എന്നാണ്. ദെൻ ഇൻ ദ ഡ്രൈറി മന്ത് ഓഫ് ഫെബ്രുവരി, ഒരു വിരസമായ ഫെബ്രുവരി മാസത്തിൽ, കെയിം ദ ഇൽനെസ് കെയിം. എന്താണ് ഇൽനെസ്സിൻ്റെ പ്രത്യേകത? വിച്ച് ക്ലോസ് മൈ ഐസ് ആൻഡ് ഇയേഴ്സ്, എൻ്റെ കാതുകൾ അടച്ച അല്ലേ, എൻ്റെ ഇയേഴ്സ് അടച്ച, എൻ്റെ ഐസ് കണ്ണുകളടച്ച ഭീകരമായ കാലഘട്ടം വരികയാണ്. ആൻഡ് പ്ലഞ്ച് മീ ഇൻ ടു ദ അൺകോൺഷ്യസ്നെസ് ഓഫ് എ ന്യൂ ബോൺ ബേബി. ആൻഡ് ദാറ്റ് ഫെബ്രുവരി മന്ത് പ്ലഞ്ച്ഡ് മീ മീൻസ് ത്രൂ മീ, എന്നെ എറിഞ്ഞു അല്ലെങ്കിൽ എന്നെ മുക്കി. എങ്ങോട്ടാണ് എന്നെ എറിഞ്ഞത്? ഇൻ ടു ദ അൺകോൺഷ്യസ്നെസ് ഓഫ് എ ന്യൂ ബോൺ ബേബി, ഒരു നവജാത ശിശുവിൻ്റെ അബോധാവസ്ഥയിലേക്ക് എന്നെ തള്ളിയിട്ടു ഈ രോഗാതുരമായ കാലം. They called it acute congestion of the stomach and brain. They means doctors. Doctors എന്താണ് അതിനെ വിളിച്ചത്? acute congestion. കഠിനമായ കൺജഷൻ എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ അല്ലെങ്കിൽ ക്ലോഗിംഗ് എന്ന് പറയും, സ്തംഭനം. സ്റ്റൊമക്കിൻ്റെയും ബ്രെയിനിൻ്റെയും ഒരു സ്തംഭനമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത്. ദ ഡോക്ടർ തോട്ട് ഐ കുഡ് നോട്ട് ലീവ്. ഡോക്ടർ വിചാരിച്ചത് തനിക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ്. ഏർലി വൺ മോർണിംഗ് however the fever left me as suddenly and mysteriously as it had come. Early one morning, ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ, however എന്തൊക്കെയായാലും അല്ലേ, ഡോക്ടർമാർ എന്തൊക്കെ പറഞ്ഞാലും ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ എന്തുണ്ട്? ഫീവർ ലെഫ്റ്റ് മീ, പനിയൊക്കെ പോയിട്ടുണ്ട്. എങ്ങനെ? ആസ് സഡൻലി ആൻഡ് മിസ്റ്റീരിയസ്ലി, വളരെ പെട്ടെന്ന് പോയി, അതുപോലെ തന്നെ മിസ്റ്റീരിയസ്ലി, നിഗൂഢമായ രീതിയിൽ. എങ്ങനെയാണ് പോയതെന്നറിയില്ല, പനി ഏതായാലും പോയി. അത് വന്ന പോലെ തന്നെ, ആസ് ഇറ്റ് ഹാഡ് കം, അത് വന്ന പോലെ തന്നെ പോവുകയും ചെയ്തു.
There was great rejoicing in the family that morning. കുടുംബത്തിൽ എല്ലാവർക്കും വളരെ സന്തോഷകരമായ ദിവസമായിരുന്നു അന്ന്. ബട്ട് നോ വൺ, നോട്ട് ഈവൻ ദ ഡോക്ടർ, ന്യൂ ദാറ്റ് ഐ ഷുഡ് നെവർ സീ ഓർ ഹിയർ അഗെയിൻ. പക്ഷേ ആർക്കും ഒരു കാര്യം അറിയില്ലായിരുന്നു. നൺ ഇൻ ദ ഫാമിലി കുഡ് അണ്ടർസ്റ്റാൻഡ്, ഈവൻ ദ ഡോക്ടർ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഓർ കുഡ് നോട്ട് ഫോർസീ. അവർക്ക് മുൻകൂട്ടി അറിയാൻ സാധിച്ചില്ല. അവർക്കൊരിക്കലും തോന്നിയില്ല ഇനി അങ്ങോട്ട് എനിക്ക് കാഴ്ചയും കേൾവിയും ഉണ്ടാകില്ല എന്നുള്ള കാര്യം. കുടുംബത്തിലെ ആൾക്കാർക്കോ അതുപോലെ തന്നെ ഡോക്ടേഴ്സിനോ അവർക്കൊന്നും അറിയില്ലായിരുന്നു എൻ്റെ കാഴ്ചയും കേൾവിയും നഷ്ടപ്പെടുമെന്ന്. I fancy I still have confused recollections of that illness. I think that I still have confused recollections, confused memories of that illness. എനിക്ക് തോന്നുന്നു ആ അസുഖത്തിനെ പറ്റി ചില മങ്ങിയ ഓർമ്മകൾ തനിക്ക് ഉണ്ട് എന്ന്. അല്ലേ, ചെറുതായിട്ടൊക്കെ അക്കാര്യങ്ങളെല്ലാം ഓർക്കുന്നതായിട്ട് അവർക്ക് തോന്നുകയാണ്. ഐ എസ്പെഷ്യലി റിമെമ്പർ, ഞാൻ എന്താണ് പ്രത്യേകിച്ചും ഓർക്കുന്നത്? എസ്പെഷ്യലി റിമെമ്പർ ദ ടെൻഡർനെസ്, ആ ഒരു വാത്സല്യം. അല്ലേ, ടെൻഡർനെസ് ഉള്ള അതാണ് കരുതൽ, വാത്സല്യം എന്നൊക്കെയാണ്. വിത്ത് വിച്ച് മൈ മദർ ട്രൈ ടു സൂത്ത് മീ, ഇത്ര വാത്സല്യത്തോടെയാണ് തൻ്റെ മദർ തന്നെ സൂത്ത് ചെയ്തെന്നാണ് ടു ഓഫർ റിലീഫ് ഓർ കംഫർട്ട്, അല്ലേ, ശമിപ്പിക്കുക, ആശ്വസിപ്പിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? ഇൻ മൈ വേക്കിംഗ് അവേഴ്സ്, ഞാൻ ഉണർന്നിരിക്കുന്ന മണിക്കൂറുകളിൽ, ഉണർന്നിരിക്കുമ്പോൾ എങ്ങനെയാണ്? അവേഴ്സ് ഓഫ് ഫ്രെറ്റ് ആൻഡ് പെയിൻ ആണ്, അസ്വസ്ഥതയും വേദനയും നിറഞ്ഞിരിക്കുന്ന ആ മണിക്കൂറുകളിൽ ഞാൻ ഉണർന്നിരിക്കുമ്പോൾ എനിക്ക് ആകെ തോന്നുക അസ്വസ്ഥതയും പെയിനുമാണ്. ആ സമയങ്ങളിൽ അമ്മ എങ്ങനെയാണ് വാത്സല്യത്തോടെ തന്നെ തലോടിയിരുന്നത്, തന്നെ ആശ്വസിപ്പിച്ചിരുന്നത് എന്ന് ഓർക്കുന്നു. അതുപോലെ തന്നെ ആൻഡ് ദ അഗണി ആൻഡ് ബെവിൽഡർമെൻറ്റ് വിത്ത് വിച്ച് ഐ അവോക്ക് ആഫ്റ്റർ ടോസിങ് ഹാഫ് എ സ്ലീപ്പ്. അസ്വസ്ഥതയും പെയിനുമുണ്ട്. അതുകൂടാതെ അഗണി ആൻഡ് ബെവിൽമെൻറ്റ്, അഗണി എന്ന് പറഞ്ഞാൽ യാതന എന്നൊക്കെയാണല്ലേ, യാതന, ദുഃഖം, കഷ്ടപ്പാട്, അതൊക്കെയാണ് അഗണി. ആൻഡ് ബെവിൽഡർമെൻറ്റ്, പരിഭ്രാന്തി, ഞെട്ടൽ എന്നൊക്കെ പറയാം, അസ്വസ്ഥത. അപ്പോൾ ആ ഞെട്ടലോടുകൂടി ഞാൻ എന്ത് ചെയ്യണം? ഐ വോക്കപ്പ്, അല്ലേ, ഞാൻ ഉണരുകയാണ്. എവിടെ നിന്ന്? ആഫ്റ്റർ ടോസിങ് ഹാഫ് സ്ലീപ്പിൽ നിന്ന്, പാതി ഉറക്കത്തിൽ നിന്നാണ് ഞാൻ ഞെട്ടി ഉണരുന്നത്. ടോസിങ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു കിടക്കുകയാണ് കേട്ടോ, ഉറക്കം വരാതെ, എന്നാൽ ഇടയ്ക്ക് മയങ്ങിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ഞാൻ. അങ്ങനെ പാതി ഉറക്കത്തിൽ ഞെട്ടി എണീറ്റ് ഞാൻ എന്ത് ചെയ്യും? ഐ ടേൺ മൈ ഐസ് സോ ഡ്രൈ ആൻഡ് ഹോട്ട് to the wall away from the once loud light which came to me dim and yet more dim each day. ഞാൻ എൻ്റെ കണ്ണുകൾ തിരിക്കുന്നു. എങ്ങനെയുള്ള കണ്ണുകളാണ്? so dry and hot. I turn my dry and hot eyes എങ്ങോട്ട്? to the wall, ചുമരിലേക്കാണ് തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചുമരിലേക്ക് തിരിക്കുന്നത് എന്ന് നോക്കൂ. away from once loud light, എൻ്റെ കണ്ണുകൾ ഞാൻ പ്രകാശത്തിൽ നിന്നാണ് തിരിക്കുന്നത്, അല്ലേ. ഐ ടേൺ മൈ ഐസ് എവേ ഫ്രം ദ വൺസ് ലൗഡ് ലൈറ്റ് ടു ദ വോൾ. ആ ലൈറ്റ് എങ്ങനെയായിട്ടാണ് അവർക്ക് തോന്നുന്നത്? വിച്ച് കേം ടു മീ ഡിം ആൻഡ് യെറ്റ് മോർ ഡിം ഈച്ച് ഡേ. ഓരോ ദിവസവും കണ്ണിലേക്ക് വരുന്ന പ്രകാശം മങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ, ഡിമ്മാവുകയാണ്. ഓരോ ദിവസവും കൂടുതൽ ഡിമ്മായിക്കൊണ്ടിരിക്കുന്ന ആ പ്രകാശത്തിൽ നിന്നും ഞാൻ മുഖം തിരിച്ച് ചുമരിലേക്ക് നോക്കുകയാണ്. ആ കണ്ണുകൾ, ഇങ്ങനത്തെ കണ്ണുകളുടെ അവസ്ഥ പറയുന്നുണ്ട്. കണ്ണ് തുറക്കുന്ന സമയത്ത്, ഞെട്ടി ഉണരുന്ന സമയത്ത് വളരെ ഡ്രൈ ആയിട്ടുള്ള, അതുപോലെ തന്നെ ചുട്ട് പൊള്ളുന്ന രീതിയിലുള്ള, വളരെ ഹോട്ട് എന്ന് പറഞ്ഞാൽ അതാണല്ലേ, വളരെ ചുട്ട് പൊള്ളുന്ന രീതിയിലുള്ള കണ്ണുകളാണ്, പ്രകാശം നഷ്ടപ്പെടുന്ന കണ്ണുകൾ. ബട്ട് എക്സെപ്റ്റ് ഫോർ ദീസ് ഫ്ലീറ്റിംഗ് മെമ്മറീസ്, പക്ഷേ എക്സെപ്റ്റ് ഫോർ ദീസ് ഫ്ലീറ്റിംഗ് മെമ്മറീസ്, ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെമ്പററി, അല്ലെങ്കിൽ പാസിങ് സ്വിഫ്റ്റ്ലി എന്ന് പറയാം. സ്വിഫ്റ്റ്ലി, ട്രാൻസിയൻറ്റ്, മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഓർമ്മകൾ ഒഴികെ, എക്സെപ്റ്റ് പറഞ്ഞാൽ ഒഴികെ എന്നാണ്, അല്ലേ. എക്സെപ്റ്റ് ഫോർ ദീസ് ഫ്ലൈറ്റിംഗ് മെമ്മറീസ്, ഈ ടെമ്പററി ആയിട്ടുള്ള ഓർമ്മകൾ ഒഴികെ, ഇഫ് ഇൻഡീഡ് ദേ ബി മെമ്മറീസ്, എന്തൊക്കെയായാലും അത് ഓർമ്മകൾ തന്നെയാണ്, അല്ലേ. അത് യഥാർത്ഥ ഓർമ്മകളാണെങ്കിൽ ഇറ്റ് ഓൾ സീംസ് വെരി അൺറിയൽ. അത് യഥാർത്ഥ ഓർമ്മകളാണെങ്കിൽ കൂടി എനിക്കത് അൺറിയലായിട്ട്, യഥാർത്ഥമല്ലാതെ തോന്നുകയാണ്. ഏതുപോലെ? ഒരു നൈറ്റ്മെയർ പോലെ, ഒരു പേടി സ്വപ്നം, അല്ലേ. രാത്രിയിലൊക്കെ കാണുന്ന പേടിപ്പെടുന്ന സ്വപ്നത്തിനെയാണല്ലോ നൈറ്റ്മെയർ എന്ന് പറയുക.
ഒരു പേടി സ്വപ്നം പോലെ എനിക്ക് തോന്നുകയാണ്. എൻ്റെ മനസ്സിലൂടെ ആത്മകഥ എഴുതുമ്പോൾ ഇങ്ങനെ ഓടിപ്പോകുന്ന ഓർമ്മകളെ ഇപ്പോൾ തനിക്ക് തോന്നുന്നത് വളരെ വളരെ അൺയൂഷ്വലായിട്ട്, വളരെ അൺറിയലായിട്ട് ഒരു ദുസ്വപ്നം പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. Gradually, I got used to silence and darkness that surrounded me and forgot that it had ever been different until she came, my teacher, who was to set my spirit free. പിന്നീട് ഗ്രാജുവലി ക്രമേണ ഐ ഗോട്ട് യൂസ്ഡ് ടു, എനിക്ക് പിന്നെ അത് ശീലമായി. എന്താണ് ശീലമായത്? സൈലൻസും അതുപോലെ തന്നെ ഡാർക്ക്നെസ്സും, നിശബ്ദതയും ഇരുട്ടും അവർക്ക് ശീലമായി. പലപ്പോഴും അത് അവരെ ചുറ്റിപ്പണഞ്ഞ് നിൽക്കുകയാണ് അല്ലേ. ദാറ്റ് സറൗണ്ടഡ് മീ, അതാണ് എന്നെ എപ്പോഴും ചുറ്റി നിൽക്കുന്നത്, അതായത് സൈലൻസും ഡാർക്ക്നെസ്സും. ആൻഡ് ഫോർഗോട്ട് ദാറ്റ്, ഞാൻ അക്കാര്യം മറന്നു. ഇറ്റ് ഹാഡ് എവർ ബീൻ ഡിഫറെൻറ്റ്, ഒരിക്കൽ അത് അങ്ങനെ ആയിരുന്നില്ല എന്ന കാര്യം പോലും മറന്നു. തനിക്ക് ചുറ്റും എന്നും ഈ ഒരു ഇരുട്ടും നിശബ്ദതയുമായിരുന്നു എന്നാണ് അവരുടെ ചിന്തകളിൽ ഇപ്പോൾ. പണ്ട് അവർക്ക് കാഴ്ചയുള്ള കാര്യം, കേൾവിയുള്ള കാര്യം പോലും അവർ മറന്നുപോയി. അൺടിൽ ഷീ കെയിം മൈ ടീച്ചർ, എൻ്റെ ടീച്ചർ വരുന്നത് വരെ എല്ലാ കാര്യവും മറന്നിരിക്കുകയായിരുന്നു. തൻ്റെ ചുറ്റും നിശബ്ദതയും ഡാർക്ക്നെസ്സും മാത്രമായിരുന്നു. എന്താണ് ടീച്ചർ വന്നതിന് ശേഷം സംഭവിച്ചതെന്ന് നോക്കൂ. ഹു വാസ് ടു സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ, എൻ്റെ ആത്മാവിനെ, എൻ്റെ ആഗ്രഹങ്ങളെ മോചിതയാക്കിയത് അവരായിരുന്നു, ആ ടീച്ചറായിരുന്നു. ബട്ട് ഡ്യൂറിങ് ദ ഫസ്റ്റ് 19 months ഓഫ് മൈ ലൈഫ്, എന്തായാലും ഡ്യൂറിങ് ദ ഫസ്റ്റ് 19 months ഓഫ് മൈ ലൈഫ്, ആദ്യത്തെ 19 മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ആദ്യത്തെ 19 മാസങ്ങളിൽ അവർക്ക് കാണാനും കേൾക്കാനും കഴിയുമായിരുന്നു അല്ലേ. വെൻ ഷി വാസ് ഏബിൾ ടു സീ ആൻഡ് ഹിയർ, ഐ ഹാഡ് കോട്ട് ഗ്ലിംസസ് ഓഫ് ബ്രോഡ് ഗ്രീൻ ഫീൽഡ്സ്. അങ്ങനെയുള്ള സമയത്ത്, ആരോഗ്യമുണ്ടായിരുന്ന, എല്ലാ കഴിവുകളും ഉണ്ടായിരുന്ന ആ സമയത്ത്, ഐ ഹാഡ് കോട്ട് ഗ്ലിംസസ്, ചില കാഴ്ചകൾ എന്നെ പിടികൂടിയിരുന്നു അല്ലേ. ഞാൻ എന്തൊക്കെയാണ് കണ്ടിരുന്നത്? ഓഫ് ബ്രോഡ് ഗ്രീൻ ഫീൽഡ്, വിശാലമായ പച്ച പാടങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ല്യൂമിനസ് സ്കൈ, ഗ്ലോയിങ് ആൻഡ് ബ്രൈറ്റ് സ്കൈ അല്ലേ, പ്രകാശപൂരിതമായ ആകാശം ഞാൻ കണ്ടിട്ടുണ്ട്. ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, ട്രീസും ഫ്ലവേഴ്സും കണ്ടിട്ടുണ്ട്. വിച്ച് ദ ഡാർക്ക്നെസ് ദാറ്റ് ഫോളോഡ് കുഡ് നോട്ട് ഹോളി ബ്ലോട്ട് ഔട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓർമ്മകൾ പിന്നീട് വന്ന ഡാർക്ക്നെസ്സിന് കംപ്ലീറ്റ് ആയിട്ട്, ഹോളി മീൻസ് കംപ്ലീറ്റ്ലി ബ്ലോട്ട് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അതായത് മായ്ച്ച് കളയാൻ സാധിച്ചിട്ടില്ല. ഈ ഓർമ്മകളെല്ലാം ഇരുട്ട് കണ്ണിൽ വന്നപ്പോഴും എൻ്റെ ഉള്ളിൽ നിലകൊള്ളുന്നുണ്ട്. ഇഫ് വി ഹാവ് വൺ സീൻ, നമ്മൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ദ ഡേ ഈസ് അവേഴ്സ് ആൻഡ് വാട്ട് ദ ഡേ ഹാസ് ഷോൺ. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ദിവസം നമ്മുടേതാണ്. അതുപോലെ ആ ദിവസം നമുക്ക് കാണിച്ചു തന്നതെല്ലാം നമ്മുടേതാണ്. So this was the beginning chapter of Helen Keller's beautiful autobiography, The Story of My Life. Hope you have enjoyed it. Okay, meet you again soon. Until then, goodbye.